ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം ഏറ്റവും അധികം ആൾക്കാരിന്ന് കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു മേഖലയാണ് റീചാർജ്. 2 സിം ഉപയോഗിക്കുന്ന ആൾക്കാർ സെക്കൻഡ് സിമ്മൊക്കെ എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കട്ടാവാതെ വെക്കും. അതോടൊപ്പം പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ നാട്ടിലെ സിം റീചാർജ് ചെയ്ത് ഏത് നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഏത് റീചാർജ് പ്ലാൻ തിരഞ്ഞെടുക്കും. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിലാണ് ഇന്ന് നമുക്ക്. ഏത് റീചാർജ് ചെയ്യുമെന്ന് നമുക്ക് തന്നെ ഒരു ഇതില്ല. കാരണം ഓരോ തവണ അതിൻ്റെ വാലിഡിറ്റിയിൽ മാറ്റം വരുത്തുന്നു, പ്ലാനുകൾ മാറ്റം വരുത്തുന്നു, ഇങ്ങനെയാണ്. അപ്പോൾ നിലവിൽ ഏറ്റവും അധികം ആൾക്കാർ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്ന ഒരു നെറ്റ്വർക്കായിരുന്നു വാലിഡിറ്റി കൂടുതലും അതോടൊപ്പം റീചാർജ് എമൗണ്ട് കുറവും. അത്തരത്തിലൊരു പ്ലാനായിരുന്നു 107. ഏറ്റവും കുറഞ്ഞൊരു പ്ലാനായിരുന്നു 107. ഈ 107ൻ്റെ റീചാർജ് നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു 3-4 മാസത്തിന് മുന്നേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന വാലിഡിറ്റി 35 ദിവസമായിരുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും, നമ്മൾ ആദ്യമേ ഈ 107 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാലിഡിറ്റി 35 ദിവസം, 3 GB ടോട്ടൽ ഡേറ്റ, 200 മിനിറ്റ് കോള്, നോ SMS ഒന്നും കിട്ടത്തില്ല. ബാക്കി ഈ ഒരു ബെനിഫിറ്റ് എല്ലാം കിട്ടുമായിരുന്നു. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഓഫറായിരുന്നു. എന്നാൽ BSNL ഈ ഒരു വാലിഡിറ്റി കുറച്ച്, ഏകദേശം ഒരു 2 മാസത്തിന് മുന്നേ ഈ ഒരു വാലിഡിറ്റി കുറച്ചിട്ട് അത് 22 ദിവസമാക്കി കുറച്ചു. 107 സെയിം ആണ് എമൗണ്ട്, 3 GB ഡേറ്റ, 200 മിനിറ്റ് കോള്, 22 ദിവസമാക്കി കുറച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആൾക്കാരത് തിരഞ്ഞെടുത്ത് വന്നിരുന്നു. വീണ്ടും BSNL ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഇതിൻ്റെ വാലിഡിറ്റി കുറച്ചിട്ടുണ്ട്. 22 എന്നുള്ളത് 20 ദിവസമാക്കി കുറച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സെയിം ആണ്, 20 ദിവസമാക്കി കുറച്ചിട്ടുണ്ട്. BSNL ഇനിയും ഇതിൻ്റെ വാലിഡിറ്റി കുറയ്ക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സാധാരണക്കാർ റീചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാലിഡിറ്റിക്ക് വേണ്ടിയൊക്കെ റീചാർജ് ചെയ്ത് വെക്കുന്ന ആൾക്കാർക്ക് ഇത് ഒരു നഷ്ടമായിരിക്കും. കാരണം നമുക്ക് നേരത്തെ 35 ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 20 ദിവസമാക്കി കുറച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 15 ദിവസം നമുക്ക് BSNL ഇപ്പോൾ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും BSNLനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നെറ്റ്വർക്ക് കുറവാണ്. അതുപോലെ 4G ഒന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂ വേറെ ഉണ്ട്. എന്തായാലും BSNLൻ്റെ 107 ചെയ്യുന്ന ആൾക്കാർ ഇനിയിപ്പം നോക്കിയിട്ട് ചെയ്യുക. കാരണം നേരത്തെ 22 ആയിരുന്നു, ഇപ്പം 20 ആക്കിയിട്ടുണ്ട്. ടോട്ടലായിട്ട് 35-ൽ നിന്ന് ഇപ്പോൾ 20 ആക്കി കുറച്ചിട്ടുണ്ട്. ഇനി ഇത് കുറയ്ക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് വരും വീഡിയോയിൽ ഇത് എന്തെങ്കിലും കുറച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കാൻ. അത്തരത്തിൽ ഒരുപാട് പ്ലാനുകളിൽ BSNL മാറ്റം വരാൻ പോകുന്നുണ്ട്, വാലിഡിറ്റി കുറയ്ക്കുന്നുണ്ട്. അടുത്ത വരും വീഡിയോകളിൽ നമ്മളതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. BSNL റീചാർജ് ചെയ്യുന്ന ആൾക്കാർ, ഈ 107 ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു വിവരം കൂടെ കമൻറ്റായി അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.